السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا لوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين والصالحين والعلماء العاملين بالمصنفين والمفسرين والعلماء والفقهاء والأئمة كلهم أجمعين. رب زدنا علما وحلما فهما وعقلا وأدبا كاملا رب تمام الخير وخير السعادة. آمين برحمتك يا أرحم الراحمين. അർഹമുറാഹിമീനായ സയ്യിദാ തമ്പുരാൻ, നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും ഈ റമദാന്റെ ഹക്കിന് ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു തആല നമുക്ക് ആഫിയത്തോടു കൂടി അവൻ്റെ വൃത്തത്തിലായിട്ട് ദീർഘായുസ്സും അവൻ്റെ ദീനീ ഹിദമത്തിലായിട്ടുള്ള ഒരു വലിയ പങ്കും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. റമദാൻ മാസം ഇവിടെ പറയാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്ത് നരകമോചനം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, അവർക്കെല്ലാം അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫാക്കുകയും അവർക്കും അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അവർ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവരോടൊക്കെ ബ്രഡം അല്ലാഹു സുഖത്തോപ്പായി കൊടുക്കുകയും പരലോക ജീവിതം അല്ലാഹു സുഖകരമായി കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാത്തിമത്തും ആഖിറത്തും നന്നായി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫിൽ ഉരുണ്ടുകൂടിയ ആ പ്രശ്നങ്ങളെല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് യുദ്ധമെല്ലാം അടക്കി സമാധാനവും ശാന്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഗൾഫിലെ സഹോദരങ്ങൾക്കും മക്കൾക്കുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി റാഹത്താൻ നിലക്ക് അവരുടെ മൈസത്തിൻ്റെ വഴിതാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അവർക്ക് സമാധാനവും ശാന്തിയും സലാമത്തും അവരുടെ ജോലികൾ ഖൈറും ബർക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറകളും ഹാസിലാക്കി തരട്ടെ. നാം തുടങ്ങി വെച്ചതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരന്മാരും പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരും, ഇന്നലെ നാം ക്ലാസ്സിൽ പറഞ്ഞു വന്നത് നോമ്പിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമായ സുന്നത്തുകളെ സംബന്ധിച്ചാണ്. ഇന്നും കൂടി ഞാൻ ആ സുന്നത്തിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവ് നമുക്ക് വരാൻ പോകുന്നു. ഇന്നും 25 രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന രാവ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചായിട്ട് നമുക്ക് സംസാരിക്കാം. നോമ്പിൻ്റെ മറ്റൊരു സുന്നത്താണ് കഴിവിൻ്റെ പരമാവധി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നത്. നോമ്പിനായി പ്രത്യേകമായ ദിക്റുകൾ തന്നെ അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്നും ആ 4 കാര്യങ്ങളിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളാണെന്നും അങ്ങനെ 4 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖു മിനൻ നാർ. ആദ്യത്തിൽ റഹ്മത്താണ്. അപ്പോൾ റഹ്മത്തിനെ കൂടെ ചോദിക്കണം. ആയത്തിൽ മാത്രം റഹ്മത്തുള്ളെന്ന് അർത്ഥമില്ല, റമദാൻ മുഴുവനും റഹ്മത്ത് തന്നെയാണ്. പക്ഷേ റഹ്മത്തിന് കൂടുതൽ അല്ലാഹു തആല പ്രാധാന്യം കൊടുക്കുന്ന 10 ആദ്യത്തെ 10. അതുകൊണ്ട് റഹ്മത്തിനെ ചോദിക്കാം. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിനെ ചോദിക്കാം. മൂന്നാമത്തെ ഇത്ഖിനെ ചോദിക്കുക. അതോടൊപ്പം തന്നെ അവസാന 10 ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ട് അന്ന് അല്ലാഹു റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് കൂടുതൽ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ എന്ന ദിക്ർ. ആ ദിക്റുകളൊക്കെ നമ്മൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നൊക്കെ സാധാരണ കാണാൻ കഴിയുന്നത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ ചൊല്ലാറുള്ളൂ. അത് തന്നെ ഫർളാ നിസ്കാരങ്ങൾക്ക് ശേഷം. സുന്നത്ത നിസ്കാരങ്ങൾക്ക് ശേഷം പോലും ചൊല്ലാറില്ല. അങ്ങനെയെല്ലാം നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മുടെ നാവിനിക്ക് ജോലിയൊന്നുമില്ലല്ലോ. മറ്റ് അവയവങ്ങൾക്കൊക്കെ ജോലി ഉണ്ടെങ്കിലും നാവിനിക്ക് ജോലിയില്ലല്ലോ. അപ്പോൾ ആ നാവ് കൊണ്ട് നമുക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇനി നാവ് കൊണ്ട് ചൊല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ മനസ്സിൽ കൂടി തന്നെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കാം. ദിക്ർ ചൊല്ലുക എന്നത് വലിയ മഹത്തായ ഒരു പ്രതിഫലമാണ്.
പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. 700-ലധികം പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ എണ്ണപ്പെട്ടതാണ് ദിക്റുല്ലാഹി, അള്ളാഹിന്റെ ദിക്റ് എന്നത്. ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിയുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഹൈരി അഅ്മാലിക്കും, നിങ്ങൾ അമലിൽ വെച്ച് ഏറ്റവും ഹൈറായ ഒരു അമല് കൊണ്ട് പറയട്ടെ, വസുക്കാഹ ഇന്ദ മലീക്കിക്കും, നിങ്ങളെ രാജാവാകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ, നിങ്ങളുടെ ഉടമസ്ഥനാകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ, യജമാനാകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതുമായ ഒരു അമല് പറഞ്ഞു തരട്ടെ. വഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഉത്തമമായതും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണവെള്ളികൾ ദാനം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായ ഒരു അമല് ഞാൻ പറയട്ടെ. വഖൈറുല്ലക്കും മിൻ തുൽഖു അദുവക്കും വതദ്രിബു അനാക്കും വതദ്രിബു അനാക്കും, നിങ്ങളും ശത്രുക്കളുമായി പരസ്പരം ഏറ്റുമുട്ടി അവർ നിങ്ങളുടെ പെരടികളും നിങ്ങൾ അവരുടെ പെരടികളും വെട്ടുന്ന യുദ്ധം, ആ യുദ്ധത്തെക്കാളും ഹൈറായ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു ദിക്റുല്ലാഹ്, അറിയുക അത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഈ ദിക്റ് തന്നെയാണ് ഏത് ഇബാദത്തിൻ്റെയും ഉദ്ദേശം. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുക. അതുപോലെ ഏതേത് ഇബാദത്താണെങ്കിലും ആ ഇബാദത്തിൻ്റെ ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, അതിൻ്റെ ഒക്കെ മർമ്മം അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദിക്റാണ് അതൊക്കെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദിക്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും അള്ളാഹിൻ്റെ സ്മരണയോടുകൂടി ചെയ്യുന്ന ആ ആരാധനകളെ ഫലവത്താവുകയുമുള്ളൂ. നിസ്കാരത്തിനൊന്നും അള്ളാഹിൻ്റെ ദിക്റില്ലെങ്കിൽ, അള്ളാഹിൻ്റെ ഓർമ്മയില്ലെങ്കിൽ, സ്മരണയില്ലെങ്കിൽ ആ നിസ്കാരത്തിനൊന്നും വലിയ ഫലം കിട്ടുകയില്ല. അപ്പോൾ ഏതേത് കാര്യത്തിൻ്റെയും മർമ്മം അള്ളാഹുവിൻ്റെ ദിക്റാണ്. ആ ദിക്റാണ് ഏറ്റവും ശ്രദ്ധമായ ഇബാദത്ത് എന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ റമദാനിൽ ദിക്ർ ചെല്ലാൻ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഹിജ്റ 104 വഫാത്തായ പ്രമുഖ താബി പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഖാലിദ് സഅദാൻ റളിയല്ലാഹു അൻഹു ദിവസവും നോമ്പ് കാലത്ത് 40,000 തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്നാണ്. 40,000 തസ്ബീഹ് അദ്ദേഹം ചൊല്ലിയിരുന്നു എന്നാണ്. അതുപോലെ നമുക്കും ചൊല്ലാൻ സാധിക്കും. കാരണം നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. മറ്റേതേത് അവയവങ്ങളെ കൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നാവ് കൊണ്ട് ദിക്റിലൊന്നും തടസ്സമില്ലല്ലോ. ഉറക്ക ചൊല്ലണമെന്നില്ല, പതുക്കെ ചൊല്ലിയാലും മതിയല്ലോ. മാത്രവുമല്ല ഏത് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒന്നുമാണ് ദിക്ർ എന്നത്. ആ ദിക്ർ നോമ്പ് കാലത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നോമ്പ് കാലത്ത് 70,000 ദിക്ർ ചൊല്ലി നാളെ പരലോകത്തേക്ക് നരകമോചനത്തിന് വേണ്ടി അത് തയ്യാർ ചെയ്തു വെക്കാം. നരകമോചനം ലഭിക്കുന്ന ഇതാഖത്ത് സൂറ, നരകമോചനം ലഭിക്കുന്ന ചെറിയ കാര്യമാണ് 70,000 ദിക്ർ സ്വന്തം നഫ്സിന് വേണ്ടി ചൊല്ലിവെക്കുക എന്നത്. അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് 1,00,000 ഓതുക. 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതുക എന്നത് ഇതാഖത്തുൽ കുബറയാണ്. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ള എത്രയോ നല്ല നല്ല കാര്യങ്ങളുണ്ട് ദിക്ർ. ആ ദിക്ർ നാം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് തന്നെ ഒരു ശൈഖിൻ്റെ സമ്മതത്തോടു കൂടിയുമാണെങ്കിൽ വലിയ ഫലവത്തായ അനുഭവം നമ്മുടെ ഹൃദയത്തിന് അതുകൊണ്ട് കിട്ടും. മനസ്സമാധാനം കിട്ടണമെങ്കിൽ ദിക്റല്ലാനല്ലേ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് ശാന്തിയും സമാധാനം ലഭിക്കുക. നമ്മുടെ ഗൾഫിലേക്ക് ഉരുണ്ടുകൂടിയ ആ പ്രശ്നങ്ങൾക്ക് ശാന്തതയും സമാധാനവും നമുക്ക് കിട്ടാൻ ദിക്റുകൾ അവിടെ ഏറ്റവും വലിയ ഉപകാരമാണ്. ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരുമെന്ന് സംശയമില്ല. അപ്പോൾ ദിക്ർ എന്നത് നോമ്പ് കാലത്ത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോമ്പിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സ്വതക്ക ചെയ്യുക. നോമ്പിനെ കുറിച്ച് പറയുന്നത് തന്നെ ഷഹ്റു സ്വതക്ക, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പരം സഹായം ചെയ്യേണ്ട മാസം, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട മാസം എന്നാണ് നോമ്പിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. എന്നാൽ സക്കാത്തിൻ്റെ മാസം എന്നല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നോമ്പിനാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെ സാധാരണ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നോമ്പിന് കൂടുതൽ കൂലി കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് സക്കാത്തൊക്കെ നോമ്പ് കൊടുത്താൽ അതിൻ്റെ ഇരട്ടിയ പ്രതിഫലം ലഭിക്കുമല്ലോ, 70 ഫറദിൻ്റെ കൂലി ഒരു ഫറദിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കണം റമളാന് സക്കാത്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഫിഖ്ഹിൻ്റെ ഫുഖഹാ പറഞ്ഞനുസരിച്ച് അങ്ങനെയല്ല. ഫുഖഹാ പറഞ്ഞത് ഒരാളുടെ ധനത്തിൽ സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ, സക്കാത്ത് നിർബന്ധമായ മനുഷ്യൻ അവന് സക്കാത്ത് കൊടുക്കാനുള്ള ധനവും അത് വാങ്ങാനുള്ള അവകാശികളും ഹാജരായിരിക്കെ സക്കാത്ത് അപ്പോൾ തന്നെ കൊടുക്കണമെന്നും പിന്തിക്കൽ ഹറാമാണ് എന്നുമാണ്. അപ്പോൾ നമുക്ക് സക്കാത്ത് നിർബന്ധമായത് ചിലപ്പോൾ മുഹറം മാസത്തിലായിരിക്കും. മുഹറം മാസത്തിലാണ് കച്ചവടം തുടങ്ങിയത്. ഒരു കൊല്ലം പൂർത്തിയാകുന്ന മുഹറത്തിലാണ്.
അന്നായിരിക്കും നമുക്ക് സക്കാത്ത് നിർബന്ധമാവുക. ആ നിർബന്ധമായ സക്കാത്തിനെ അപ്പോൾ കൊടുക്കാതെ റമദാൻ വരെ പിന്തിക്കുമ്പോൾ എത്ര മാസമാണ് നാം പിന്തിക്കുന്നത്? ധനവും അതിൻ്റെ അവകാശികളും ഹാജരായാൽ യജിബു അദാഉ സക്കാത്തി ബി ഹുദൂരിൽ മാലി വമുസ്തഹിഖിഹ. സക്കാത്തിന്റെ അവകാശികളും ധനവും ഹാജരായാൽ അപ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ അത് പിന്തിക്കുക എന്നത് പിന്തിക്കും തോറും ഒരു ഹറാം കുറ്റം അവൻ ചെയ്തവനായി മാറുക. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. സദക്കയുടെ മാസമാണ്, സക്കാത്തിന്റെ മാസമല്ല. സദക്കയുടെ മഹത്വം നിങ്ങൾ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. 70ഓളം ഗുണങ്ങൾ ഹദീസുകളിൽ നിന്ന് സദക്കക്ക് പറയപ്പെട്ടതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. സദക്കയുടെ വിലക്ക്, ആ സദക്ക കൊണ്ട് കിട്ടുന്ന നേട്ടത്തിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വിശപ്പിന്റെ കാഠിന്യം കാരണമായിട്ട് തൻ്റെ പ്രിയ ഭർത്താവ് അലി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നമ്മൾ പട്ടിണിയിലാണ്, നമ്മുടെ കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഇവിടെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കാൻ ഒന്നുമില്ലതാനും, അതുകൊണ്ട് ഈ പുതപ്പ് നിങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ വിറ്റ് അതിന് കിട്ടുന്ന വില കൊണ്ട് അല്പം ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു പുതപ്പെടുത്ത് അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. അലി റളിയല്ലാഹു ആ പുതപ്പുമായി പോയി അങ്ങാടിയിൽ ആൾക്കാരുമായി സമീപിച്ച് 6 ദിർഹമിനിക്ക് അത് വിറ്റു. അങ്ങനെ 6 ദിർഹമുമായി ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സന്തോഷത്തോടു കൂടി അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അങ്ങാടിയിൽ വെച്ച് തന്നെ ഒരു യാചകൻ അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഒരു യാചകൻ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ വളരെ അധികം ദുരിതത്തിലാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി, എനിക്ക് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്, ഞാൻ ഹലാക്കിനെ പേടിക്കുന്നു, മരണത്തെ പോലും പേടിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വല്ലതും തരണം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തൻ്റെ കയ്യിലുള്ള ആ 6 ദിർഹം തൻ്റെയും കുടുംബത്തിൻ്റെയും പട്ടിണിയും വിഷമം പ്രയാസമൊന്നും പരിഗണിക്കാതെ ആ 6 ദിർഹം ആ യാചകന് കൊടുത്തു. അങ്ങനെ ഒന്നുമില്ലാതെ അദ്ദേഹം വീട്ടിലേക്ക് തന്നെ വളരെ വിഷമത്തോടുകൂടി നടന്നിങ്ങനെ വരികയാണ്. നടന്നിങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാമീണൻ ഒരു കുതിരയുമായി അദ്ദേഹത്തിൻ്റെ സമീപത്തിലേക്ക് വന്നു. ആ കുതിരയുടെ ഭംഗി, എന്തോ ഒരു ഭംഗിയുള്ള കുതിര. അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ ഭംഗി കണ്ട് അത്ഭുതസ്തംഭനായി ആ കുതിരയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ആ ഗ്രാമീണൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നത്? ഈ കുതിരയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങൾക്ക് ഞാൻ നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഗ്രാമീണൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, പ്രയാസപ്പെടണ്ട, 100 ദിർഹമിനിക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അത്രയും വലിയ മുന്തിയ ഒരു കുതിരയാണിത്. നിങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന, യുദ്ധങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ചന്തമുള്ള ആകർഷകമായ ഒരു കുതിരയാണ്. 100 ദിർഹമിനിക്ക് നിങ്ങൾക്ക് തരാം, കടമായിട്ട് തരാം, നിങ്ങൾ ഇപ്പോൾ തരണ്ട, നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്നാളാന്നെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം 100 ദിർഹം കടത്തിന് കൊടുത്തു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ കുതിരയുമായിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ കുതിരയുമായിട്ട് പറയിലേക്ക് വരുമ്പോൾ 100 രൂപ കടം, ആ കടം ആയിട്ടാണ് പോരുന്നത്. അങ്ങനെ അദ്ദേഹം പറയിലേക്ക് വരുമ്പോൾ വേറൊരാളിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്തൊരു ചന്തമുള്ള കുതിരയാണിത്, നിങ്ങളിത് എനിക്ക് തരൂ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അതിലേക്ക് വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ 100 ദിർഹമിന് കടമായി തരാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ 160 ദിർഹം തരാം, നിങ്ങൾക്ക് നിങ്ങളെ കടവും കൂട്ടാം, മറ്റാവശ്യങ്ങൾക്കും പണം എടുക്കാമല്ലോ, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് ആ കുതിരനെ വാങ്ങുകയും 160 ദിർഹം റൊക്കമായി നൽകുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു ആ പൈസ വാങ്ങി തന്നെ ആദ്യം ഈ കുതിരയെ വിറ്റ ആ ഗ്രാമീണനെ തേടിപ്പിടിച്ച് അദ്ദേഹത്തിലേക്ക് 100 രൂപ കടം വീട്ടുകയും ബാക്കിയുള്ള 60 ദിർഹം, ആ 60 ദിർഹവുമായി അങ്ങാടിയിലേക്ക് പോയി അതിൽ നിന്നും കുറച്ച് പൈസക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി, ആവശ്യമായതൊക്കെ വാങ്ങി, ആ ഭക്ഷണ സാധനങ്ങളും ബാക്കി പൈസയുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് അവരെ കയ്യിലേക്ക് കൊടുക്കുകയും കഥകളെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി.
അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ റാഹത്തിലായി. പിറ്റേ ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഈ കഥയെല്ലാം വിവരിച്ചു കൊടുത്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ആ കുതിരയായിട്ട് വന്ന ആൾ ആരാണ്? ആ കുതിരയെ വാങ്ങിയ ആൾ ആരാണ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുതിരയുമായി വന്ന് ഗ്രാമീണനാണെന്ന് പരിചയപ്പെടുത്തിയ ആള്, ആ പരിചയപ്പെടുത്തിയ ആള് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാമാണ്. ആ കുതിരയെ രണ്ടാമത് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിയ ആള് ബഹുമാനപ്പെട്ട മീക്കാൽ അലി ഇസ്ലാമുമാണ് എന്ന് നബിസ്വല്ലല്ലാഹു പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. കണ്ടോ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സഹായം. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന 6 ദിർഹം സദഖ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു മഹത്വമാണ് അദ്ദേഹത്തിന് നൽകിയത്. വലിയൊരു ഉപകാരമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇങ്ങനെ സദഖ കൊണ്ട് ദുനിയാവിൽ തന്നെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് നേടാം. പാരത്രികമായ പ്രതിഫലങ്ങൾ അതിന് പുറമെ ഒരാപ്തവാക്യം തന്നെ ഉണ്ടല്ലോ. എന്താണത്? അശ്ശൈആ യദൂമാനി, 2 വസ്തുക്കൾ ഒരു കാലത്ത് നിലനിൽക്കൂല. അശ്ശൈആനി യൻഫഅനി, 2 വസ്തുക്കൾ നമുക്ക് വല്ലാത്ത ഉപകാരം ചെയ്യും. ഷൈആനി യർഫഅനി, 2 കാര്യങ്ങൾ നമ്മുടെ പദവിയും സ്ഥാനത്തെയും ഉയർത്തും. ഷൈആനി ലിൽ ബലാഇ യദ്ഫഅനി, 2 കാര്യങ്ങൾ നമ്മുടെ ആപത്തുകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തട്ടിക്കളയുകയും ചെയ്യുമെന്ന്. എന്താണ് ആ 2 കാര്യങ്ങൾ? അശ്ശൈആനില്ലതാനി യദൂമാനി, നിലനിൽക്കാത്ത, ദായിമാവാത്ത, നിലനിൽക്കാത്ത 2 വസ്തുക്കൾ എന്ന് പറഞ്ഞത് അശ്ശബാബു വൽ ഖുവ്വത്തു, അത് യുവത്വവും ശക്തിയുമാണ്. യുവത്വം നിലനിൽക്കുകയില്ല. ദിവസങ്ങൾ കഴിയും തോറും അവൻ്റെ യുവത്വം നശിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ശാരീരികമായ ശക്തി അതും നിലനിൽക്കുകയില്ലല്ലോ, നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദായിമാവാത്ത 2 കാര്യങ്ങൾ, ഒന്ന് യുവത്വമാണ്, ഒന്ന് ശക്തിയാണ്. രണ്ടാമത്തെ ഷൈആനി യൻഫഅനി, വളരെ ഉപകാരപ്രദമായ, ഉപകാരം ചെയ്യുന്ന 2 കാര്യങ്ങളോ ഹുസ്നുൽ ഹുൽക്കി, ഒന്ന് സൽസ്വഭാവമാണ്. സൽസ്വഭാവം അവനിക്ക് വല്ലാത്ത ഉപകാരം ചെയ്യും, ഫലം ചെയ്യും. അവൻ്റെ ഈമാനത്തിനെ പരിപോഷിപ്പിക്കും. വസമാഹത്തുൻ നഫ്സി, രണ്ടാമത്തേത് നഫ്സിന്റെ ഔദാര്യശീലമാണ്, വിട്ടുവീഴ്ചയും വിടുതിയും. നഫ്സിന്റെ പക്കലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന വിട്ടുവീഴ്ചയും വിടുതികളും സമാഹത്താണ് രണ്ടാമത്തെ കാര്യം. ഷൈആനി ഇർഫഅനി, അവന്റെ പദവികളും സ്ഥാനങ്ങളും ഉയർത്തുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് അത്തവാദു, വിനയമാണ്. വിനയം പ്രകടിപ്പിച്ചാൽ മൻ തവാല അർഫഉല്ല, വിനയം പ്രകടിപ്പിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഇപ്പോൾ ഖളാഉ ഹവായിജിൻ നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കലുമാണ്. ജനങ്ങൾ ആവശ്യങ്ങൾ വിട്ടുകയും പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ അതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാനങ്ങൾ ഉയർത്തും. ഷൈആൻ ലി ബലാഇ യദ്ഫഅൻ, ആപത്ത് മുസീബത്തുകളെ തടയുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അസ്വദഖത്തു വസിലത്തുൽ അർഹാം, അത് സ്വതക്കയും കുടുംബബന്ധം ചേർക്കലുമാണ്. ഇങ്ങനെയുള്ള വാപ്തവാക്യങ്ങൾ മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആപത്ത് മുസീബാത്തുകളെ തടയുന്ന ഒരു സംഗതിയാണ് സ്വതക്കയും അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കലും. അസ്വദഖത്തു റദ്ദുൽ ബലായ എന്ന് സദക്കാക്ക് വേണ്ടി ഭണ്ഡാരത്തിന് മുകളിൽ എഴുതി വെച്ചത് കാണാം. പക്ഷെ അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായി എവിടെയും കാണുന്നില്ല. സുല്ലദാസങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നത് കാണാം. ഹദീസ് ഉള്ളതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഹദീസ് ഇല്ലെങ്കിലും അത് യഥാർത്ഥ്യമാണ്. മറ്റ് ഹദീസുകളുടെയും അടിസ്ഥാനത്തിലും വിവരണത്തിന്റെ അടിസ്ഥാനത്തിലും അത് സ്ഥിരപ്പെട്ടതുമാണ്. ബലാ മുസീബാത്തുകളെ സദക്ക തടയും. 70ഓളം ഗുണങ്ങൾ ദുനിയാവിൽ തന്നെ അവനക്ക് ലഭിക്കും. അതിൽ ഏറ്റവും ചെറിയൊരു ഗുണമായി പറയുന്നത് എന്താ? കുഷ്ഠരോഗം പോലത്തെ മാരക രോഗങ്ങളെ അവനെ തൊട്ട് തടയുക എന്നാണ്. അതാണ് ഏറ്റവും ചെറുതുകൾ. പിന്നെ അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എത്രമാത്രം നന്മകളാണ് അതിൽ കിട്ടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അത്രമാത്രം ഗുണമുള്ള ഒരു സംഗതിയാണ് സദക്ക. ആ സദക്ക നോമ്പ് കാലത്ത് നാം ചെയ്താൽ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഈ കാലത്ത് റമദാനിൽ നാം അത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പരിഗണനയും സവാബും അതിലേക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.